നമ്മുടെ കൊൽക്കത്ത ട്രിപ്പ് സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡ്. അതായത് ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വരെ ചെന്ന കഥകളായിരുന്നു. ഇനി ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നാട്ടിലെത്തുന്ന വരെയുള്ള കഥകളാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എൽസ ബൈ 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 ഗൈസ്. സന്തോഷം വന്നതിൽ. Excited to travel? Excited? ഒരു വ്ളോഗറിന്റെ കഷ്ടപ്പാടുകൾ എന്താണ് ആ മുകളിലേക്ക് പോയി നടക്കാൻ. ഇനി ഇതുകൂടെ എടുക്കും. ഞാൻ ഉറങ്ങിയില്ല. ട്രെയിൻ പോകുമെന്ന് വിചാരിച്ച് എല്ലാരും ഉറങ്ങുമല്ലേ. ഉറങ്ങില്ലെന്ന് പറഞ്ഞ് ട്രെയിൻ പോവാന്ന് പറഞ്ഞു. എന്താ എൽസ ഭയങ്കര സന്തോഷം. സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ വരുന്നോളം പറയാൻ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നപ്പോ എനിക്കാന്നറിഞ്ഞ് ഹാപ്പി ഹാപ്പി ഗൈസ്. അതെ, ആർക്കും വയ്യ, അതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം എല്ലാവർക്കും കറങ്ങി. നല്ല കറക്കമായിരുന്നു. അടുത്ത് സോ ടയർഡ്. 10 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. കൂട്ടി കയറാൻ സമയമായി. ഇടി ചെന്ന് കൂട്ടി കയറണം. ഇന്നലെ ചെല്ലണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക് കൂട്ടിൽ കയറണം. അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിയാവും. ഇനി കൊച്ചി ട്രാവലർ മാത്രം മതി എന്ന് പറയുമായിരിക്കും വീട്ടിൽ നിന്ന്. നിന്റെയൊക്കെ ഒരു പോക്ക് എങ്ങനെ എൻ്റെ അടുത്ത് അതാ പറഞ്ഞത്. അവരുടെയൊക്കെ ഒരു എക്സാം എഴുതാൻ പോക്ക്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നത്. നല്ല രീതിയിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാല് ഇത് വരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ Welcome to Air India Express. Yeah. Welcome. Thank you. അറിയില്ല, ഓറഞ്ച് ഉടുപ്പായിരിക്കും. ഇൻഡിഗോ നടക്കുന്ന ആ ഇൻഡിഗോ ബാംഗ്ലൂർക്ക് പോവാ. സാരി അടി. എൽസയുടെ മോൻ പോയിക്കേ. എൽസ ഇത് കൊണുങ്ങുന്നത്. എന്താ ഇങ്ങനൊരു മാജിക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിലൊന്നും കാണത്തില്ല.
കാണിക്കണം. ഒരു മിനിറ്റ് ഇവൻ ചെയ്യുന്നത് നമുക്ക് ആദ്യം കാണിക്കാം. അവിടെ കാണിച്ചാൽ ചേച്ചി സെറ്റ് ചെയ്യാൻ സമയം എടുക്കും. കയ്യിലും കൊണ്ട് ഒതുങ്ങുന്നില്ല. നടക്കോ നീ കാണിക്കടി. ഇനി നീ കാണിക്കണ. അതിനേക്കാളും പറഞ്ഞത് ഒരു സായിബാബു ഉള്ളോ? ഒറ്റ സായിബാബു ഉള്ളോ? ഓക്കെ ലെറ്റ്സ് പ്ലേ. ഇത് എന്നതാ എന്റെ എൽസമ്മയെ കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു ഫ്ലൈറ്റിന്റെ തറ തൊട്ട് വന്നിച്ചില്ലെന്ന് വേണ്ട. ഫ്ലൈറ്റിന്റെ തറ തൊട്ട് വന്നിച്ചില്ലെന്ന് വേണ്ടെന്ന് ഞാൻ ഓർക്കാൻ നേരത്തെ കയറുമ്പോ തൊഴിലൊക്കെ കയറുന്നത്. ദൈവമേ അങ്ങ് എത്തിച്ചേക്കണേ. ഫ്ലൈറ്റിലിരുന്ന് ചീട്ട് കളിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? താഴെ പോയല്ലേ? താഴെ പോയ പാടാ. താഴെ പോകുന്നുണ്ടോ? താഴെ പോയ പാടാ. Okay. Slow motion Then we are going to play, you know. Palantir Dusan. Yeah, Dusan bitte. അല്ല തുടങ്ങുന്നതിന് എന്ത് പറയുന്നത്? Canon we are beginner. നമ്മൾ നാട്ടിലെത്തിയിരിക്കുന്നു. അല്ലല്ലോ നാടാണ് മേടിച്ച് നാട്ടിലെത്തി. അങ്ങനെ നന്നയ്ക്ക് ഇപ്പോഴും ക്ഷീണമാണ്. എന്നാലും അവക്കൊന്ന് വീട്ടിൽ ചെന്ന് നാട് ക്യാമറാമാൻ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ഓൺ ആയിട്ടില്ല. എനിക്ക് തൽപരാശിയല്ല. നാടെത്തിയപ്പോ തന്നെ ഭയങ്കര സമാധാനം. എല്ലാരും ഭയങ്കര കോലം കെട്ട് നമ്മള് ഇതൊരു ചോറ് കഴിക്കാനുള്ള പ്ലാനാണ്. നല്ല കുറച്ച് ചോറ് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. സത്യം ഒരു നേരമൊക്കെ കഴിച്ചിട്ടുള്ളൂ 2-3 ദിവസം കൊണ്ട്. അതും കഴിച്ചതിന്റെ വിശേഷം ഒന്നും പറയാതിരിക്കുക വേദം അല്ലല്ല. 2 ദോശ സാമ്പാർ അതില് കൂടുതൽ കൊണ്ട് കളയുന്നു കൊണ്ടുവന്നിട്ട് ബാത്റൂമില്. എന്നാ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു ഊബർ പിടിച്ച് ആലുവയൊക്കെ ചെന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഒരു KSRTC എടുത്ത് മൂവാറ്റുപുഴയ്ക്ക് പോയി. മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ ഒരു KSRTC എടുത്ത് ഏറ്റുമാനൂർക്ക് വന്നു. അവിടെ നിന്നാണ് ഞാൻ നേരെ പാലായിക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ഈ ലഗേജ് ഇത്രയും ട്രാവൽ ചെയ്യുക, അതും ബസ്സിൽ ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. എസ്പെഷ്യലി ഞങ്ങളെല്ലാവരും സിക്കായിരുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവസാനം സെറ്റപ്പ് ചെയ്ത് വീടുകളിലൊക്കെ എത്തിച്ചേർന്നു. ഞാനാണെങ്കിൽ അറിയാണ്ട് കുറച്ചേറെ കറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങൾ കൊൽക്കത്ത പോയി വന്നതിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങളുടെ ഫുൾ എപ്പിസോഡ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.